വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. ഈ അടുത്ത് റിലീസായ 4 സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശദമായ റിവ്യൂ വീഡിയോകളും ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവയെക്കുറിച്ചുള്ള ഒരു ചുരുക്കിയുള്ള റിവ്യൂവും അതേപോലെ അവയ്ക്കുള്ള സ്ഥാനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇത് തീർത്തും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായിട്ട് കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് കാണാനാകും. അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാനും ആകും. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്ന സിനിമ പറന്ന് 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 ചെല്ലാൻ. ഈ സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല. കാരണം എനിക്ക് ഈ സിനിമ ഒട്ടും ഇഷ്ടമായില്ല. ഇതിൻ്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ, എഡിറ്റിംഗ് ഒക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇതിൻ്റെ സെപ്പറേറ്റായി ചെയ്ത വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ അത് ആവർത്തിക്കുന്നില്ല. അതുപോലെ ഇതിൻ്റെ ക്ലൈമാക്സും ഒരു പ്രധാനപ്പെട്ട ക്ലൈമാക്സ് ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ അതൊരു സൈഡ് ക്ലൈമാക്സ് ആക്കിയിട്ട് ഇതിൽ വേറെ ചില ട്വിസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് വേറൊരു ക്ലൈമാക്സ് കാണിക്കുന്നുണ്ട്. അതാണെങ്കിൽ ഭയങ്കരമായൊരു പോക്രിത്തരവും. അപ്പോൾ ആ പോക്രിത്തരം ചെയ്തുകൊണ്ട് രണ്ടുപേര് ബൈക്കിൽ അങ്ങനെ പോവുകയാണ്. അപ്പോൾ സിനിമയുടെ സ്ക്രീനിൽ ആ പറന്ന് 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 ചെല്ലാൻ എന്നുള്ള ആ പേര് എഴുതി കാണിക്കുകയാണ്. എനിക്ക് ഈ സിനിമ ഇഷ്ടമേ ആയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ 4ാം സ്ഥാനം. ഇനി ഒരു ജാതി ജാതകം. ഈ സിനിമയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കോമഡി മാത്രമാണ്. ഈ സിനിമയിൽ വേറെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഭയങ്കരമായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ആക്ഷനോ അല്ലെങ്കിൽ ഭയങ്കരമായ മറ്റ് ത്രില്ലിങ് കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മളെ ചിരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം എടുത്തിരിക്കുന്ന സിനിമയാണ്. ഇതിൽ വിനീത് ശ്രീനിവാസൻ ഒരു കോമഡിയുടെ അവതാരമായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുകയാണെന്ന് പറയാം. വിനീത് ശ്രീനിവാസൻ മാത്രമല്ല, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ചെറിയ ക്യാരക്ടറുകൾ മുതൽ കോമഡി ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അത് ആ കാര്യത്തിൽ ഈ സിനിമ 100% വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അവസാനം കാണിക്കുന്ന ക്ലൈമാക്സ് ഒന്നുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം ഇതിലൊരു കാണപ്പെടാത്ത മുഖമുണ്ട്. അപ്പോൾ അതായിരിക്കും അവസാനം നല്ല ക്ലൈമാക്സിൽ എത്തുക എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതുണ്ടായില്ല. എന്നാൽ ഇതിലൊരു ക്ലൈമാക്സ് ഉണ്ട് കേട്ടോ. പക്ഷേ അതൊന്നുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ചിരിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഇതിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചിരിക്കാൻ വേണ്ടി ധൈര്യമായിട്ട് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ 3ാം സ്ഥാനം. അടുത്ത മൂവി പൊന്മാൻ. ഈ സിനിമയിൽ സ്വർണത്തെ സംബന്ധിച്ച ഒരു വലിയൊരു നല്ല സമൂഹത്തിന് ആവശ്യമായ ഒരു മാറ്റർ തന്നെയാണ് സിനിമയാക്കിയിരിക്കുന്നത്. ഇത് GR ഇന്ദുഗോപൻ എഴുതിയ 4-5 ചെറുപ്പക്കാർ എന്ന നോവലെ ആസ്പദമാക്കിയാണ് ഈ സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു റിയൽ സ്റ്റോറിയാണ്. അതിനെയാണ് നോവലാക്കി എഴുതിയത്. ആ നോവലിനെയാണ് സിനിമയാക്കിയിരിക്കുന്നത്. എന്തായാലും സിനിമ ആയപ്പോഴേക്കും ഇതിൽ റിയൽ കാര്യങ്ങളുമായി കുറച്ച് മാറ്റത്തിൽ ഒരു സിനിമാറ്റിക് മോഡലിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ല ത്രില്ലിംഗ് ഉണ്ട് കേട്ടോ. വളരെയധികം ഭീകരത സൃഷ്ടിച്ചുകൊണ്ടുള്ള നല്ല ത്രില്ലിംഗ് ഉണ്ട്. ത്രില്ലർ മൂവിയാണിത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിന് ആവശ്യമായ വലിയൊരു മാറ്റർ ഇതിലുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ PP അജേഷ് എന്ന ക്യാരക്ടറിൽ ബേസിൽ തിളങ്ങിയിരിക്കുകയാണ്. അതേപോലെ മരിയാനോ എന്ന ക്യാരക്ടറിൽ ഒരു വില്ലനും ഒരു നല്ലവനുമായ അങ്ങനത്തെ പ്ലസും മൈനസുമായ ഒരു ക്യാരക്ടറായിട്ട് സജിൻ ഗോപു ഇതിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലിജോമോൾ ജോസ്, ബ്രൂണോ ആയിട്ട് ആനന്ദ് മന്മഥനും അതേപോലെ ലിജോമോൾ ജോസിൻ്റെ അമ്മയായിട്ട് ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കുമ്പോൾ എവിടെയും ഒരു ലാഗ് നമുക്ക് തോന്നുന്നില്ല. പകരം ത്രില്ലിങ് മാത്രമേ നമുക്ക് തോന്നുന്നുള്ളൂ. അതുപോലെ തന്നെ നല്ലൊരു മാറ്ററും ആണ്. പക്ഷേ ഈ സിനിമയുടെ ക്ലൈമാക്സ് എനിക്ക് അത്ര കണ്ട് ഇഷ്ടമായില്ല. കാരണം ഈ സിനിമയിലെ മരിയാനോ സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടറാണ്. അതേപോലെ ലിജോമോൾ ജോസിൻ്റെ സ്റ്റെഫി, പിന്നെ ബേസിലിൻ്റെ PP അജേഷ്, പിന്നെ മരിയാനോയുടെ പെങ്ങളായി വരുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ 4 പേർക്കും ഒരു മതിയായ തീരുമാനം ലഭിക്കുന്ന ക്ലൈമാക്സ് അല്ല ഈ സിനിമയിൽ ഉണ്ടായിട്ടുള്ളത്. ആ കാര്യത്തിൽ എനിക്കൊരു അസംതൃപ്തി ഉണ്ട്.
പക്ഷേ ഇത് റിയൽ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം, അതുകൊണ്ടാണോ എന്ന് അറിയില്ല. പക്ഷേ എന്തായാലും സിനിമയാക്കുമ്പോൾ ഒരു നല്ല തീരുമാനം എല്ലാവർക്കും ലഭിക്കുന്ന പോലെ സമൂഹത്തിന് തന്നെ അതൊരു നല്ല തീരുമാനം, സ്വർണത്തെ സംബന്ധിച്ച് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ പാടില്ല എന്ന രീതിയിൽ ഒരു നല്ല തീരുമാനം ലഭിക്കണം എന്ന് എനിക്ക് തോന്നി. അതിനുള്ളൊരു ക്ലൈമാക്സ് ഇപ്പം ഞാൻ എൻ്റെ ഭാവനയിൽ പറയുകയാണെങ്കിൽ, മരിയാനോയുടെ പെങ്ങളെ ഒരാൾക്ക് മാരേജ് ചെയ്യാൻ നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ അവനൊരു സ്വർണ്ണ തട്ടിപ്പ് വീരനായിരുന്നിട്ട് അത് മരിയാനോ അറിഞ്ഞിട്ട്, സജിൻ ഗോപു ക്യാരക്ടർ അറിഞ്ഞിട്ട് അവനുമായിട്ടൊരു ഏറ്റുമുട്ടൽ, അവിടെ ഒരു ആക്ഷൻ രംഗമൊക്കെ ഗംഭീരമായി കൊടുക്കാമായിരുന്നു. എന്നിട്ട് അദ്ദേഹം കുറച്ച് മനസ്സൊക്കെ മാറിയിട്ട് പെങ്ങളും അതേപോലെ PP അജേഷ് ബേസിലിൻ്റെ ക്യാരക്ടറും ഒന്നാകുന്ന പോലെ അങ്ങനെയൊക്കെ എടുത്തിരുന്നെങ്കിൽ ഈ 4 കഥാപാത്രങ്ങൾക്ക് ഒരു നല്ല തീരുമാനം ലഭിക്കുമായിരുന്നു എന്ന് തോന്നി. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. സിനിമ എഴുതുന്ന എഴുത്തുകാരുടെ അവർക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലെങ്കിലും മറ്റേതെങ്കിലും രീതിയിൽ ഒരു നല്ല തീരുമാനം ആക്കാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ക്ലൈമാക്സ് മാത്രമേ എനിക്ക് അങ്ങനെ തോന്നിയുള്ളൂ എങ്കിലും ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങളൊക്കെ ഗംഭീരമാണ്. അതായത് ത്രില്ലിങ്ങോടെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല സിനിമ തന്നെയാണ് പൊന്മാൻ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 2ാം സ്ഥാനം. അപ്പോൾ സിനിമകളൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ഏത് സിനിമയാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സിനിമയുടെ പേര് കുടുംബസ്ഥനാണ്. ഇങ്ങനൊരു സിനിമ എപ്പോൾ ഇറങ്ങിയെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. കാരണം ഇത് ഇറങ്ങിയത് തന്നെ പലരും അറിഞ്ഞിട്ടില്ല. അതൊരു തമിഴ് മൂവിയാണ്. ഇതിലൊരു സീരിയൽ ആക്ടറായ മണികണ്ഠനാണ് ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതേപോലെ R സുന്ദരരാജൻ, പിന്നെ കുടസനാട് കനകം, പിന്നെ അതുപോലെ ഗുരു സോമസുന്ദരം, അങ്ങനെ സാൻവേ മേഘന, അതാണ് ഹീറോയിൻ. അപ്പോൾ ഇവരൊക്കെ ആണ് ഈ സിനിമയിൽ മെയിൻ റോളുകളിൽ അഭിനയിച്ചിരിക്കുന്നത്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് ആണ് എനിക്ക് 1ാം സ്ഥാനം പറയാനാവുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ കാണാൻ പോയപ്പോൾ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ മടങ്ങി വരേണ്ടി വന്നു. പിന്നെ രണ്ടാമത് ഞാൻ പോയിട്ട് ഈ സിനിമ കണ്ടു. അപ്പോൾ കൂടുതലൊന്നും തിയേറ്ററിൽ ഇത് ഓടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ പല സിനിമകളും തിയേറ്ററിൽ ഓടാതെ പോകുന്നവയിൽ ചില സിനിമകൾ ഒന്നിനും കൊള്ളാത്തത് ഉണ്ടാകാം, പക്ഷെ ചില സിനിമകൾ നല്ല സിനിമകളായിരിക്കാം, പക്ഷേ എന്തുകൊണ്ടോ തിയേറ്ററിൽ ഓടാതെ പോവുകയാണ്. കാരണം അതിന് വേണ്ട ഒരു പരസ്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അതിൽ നല്ല ഹീറോയൊക്കെ, അതായത് ഫേമസ് ഹീറോയൊക്കെ ഇല്ലാത്തത് കൊണ്ടോ ഒക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ നല്ലൊരു സിനിമയാണിത്. ഇതിൻ്റെ ഡയറക്ഷൻ മികച്ചതാണ്, അതേപോലെ എഡിറ്റിംഗ് മികച്ചതാണ്, അഭിനയം ഓക്കെയാണ്, നല്ലൊരു സമൂഹത്തിന് നൽകുന്ന സ്റ്റോറിയാണ്. ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, വിവാഹം കഴിച്ചവരും വിവാഹം കഴിക്കാൻ പോകുന്നവരും, അതുപോലെ യുവതീ-യുവാക്കൾ, അതേപോലെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർ, അതേപോലെ ബിസിനസ് ചെയ്യുന്നവരൊക്കെ കണ്ടിരിക്കേണ്ട സിനിമയാണെന്ന് ഞാൻ ഈ സിനിമയെ പറയുകയുള്ളൂ. കാരണം ഒരു കുടുംബനാഥൻ തൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് അതിജീവിക്കാൻ, കരകയറാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ നെട്ടോട്ടം ഈ സിനിമയിൽ വളരെ ത്രില്ലിങ്ങോടെയും കോമഡിയോടുകൂടെയും അവതരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ സിനിമയാണിത്. അപ്പം ഞാൻ ഈ സിനിമ കാണുമ്പോൾ ഇതിലെ മണികണ്ഠൻ്റെ ആ ക്യാരക്ടറുമായിട്ട് ഞാനും സിനിമയിൽ അങ്ങനെ യാത്ര ചെയ്യുകയാണ്. കാരണം നമുക്ക് ഇതുപോലത്തെ വീഴ്ചകൾ സാധാരണക്കാർക്കും ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെ അതിജീവിക്കാമെന്നൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ, അപ്പോൾ ഈ മണികണ്ഠൻ വേഗം രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് ഒരു തോന്നലുണ്ടാക്കുന്ന രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് നീങ്ങുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കുടുംബത്തിൽ എവിടെയൊക്കെ സാമ്പത്തികമായും അതേപോലെ സ്വന്തം ബന്ധങ്ങളുടെ കാര്യങ്ങളിലൊക്കെ വീഴ്ചകളൊക്കെ വരുമ്പോൾ എവിടെ നമ്മൾ താഴ്ന്നു കൊടുക്കണം, എവിടെ നമ്മൾ സ്ട്രോങ് ആയി നിൽക്കണം എന്നൊക്കെ ഈ സിനിമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഈ സിനിമയുടെ തുടക്കം എന്താണോ ലക്ഷ്യമായിട്ട് പോകുന്നത്, ഇതിൻ്റെ സിനിമയുടെ അവസാനമാകുമ്പോഴേക്കും നല്ലൊരു തീരുമാനം, നല്ലൊരു ക്ലൈമാക്സ് തന്നെ ഈ സിനിമയ്ക്ക് വരുന്നുണ്ട്. അത് കോമഡിയിലൂടെയും സീരിയസ്നെസ്സിലൂടെയും വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ സിനിമ കാണുമ്പോൾ സമൂഹത്തിന് ഒരു നല്ല പാഠമുണ്ട്, അതേസമയം ബോറടിക്കാതെ ലേഗൊന്നും ഇല്ലാതെ ത്രില്ലിങ്ങോടെ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ലൊരു ക്ലൈമാക്സും ഉണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഞാൻ 1ാം സ്ഥാനം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞാലും ഒരു ജാതി ജാതകം, പൊന്മാൻ, അതേപോലെ കുടുംബസ്ഥൻ തുടങ്ങിയ സിനിമകൾ നമുക്ക് തിയേറ്ററിൽ പോയി ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന സിനിമകൾ തന്നെയാണ് കേട്ടോ. ഒരെണ്ണമാണെങ്കിൽ കോമഡി, ഒരെണ്ണമാണെങ്കിൽ ത്രില്ലിങ്ങും ഭയങ്കര ഭീകരതയും, ഒരെണ്ണമാണെങ്കിൽ നല്ല സമൂഹത്തിന് വേണ്ട പാഠം, നല്ലൊരു കുടുംബസ്ഥന് വേണ്ട കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു സിനിമ. അപ്പോൾ ഈ ഒരു 4 സിനിമകളും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.